അതെ, ഇന്നലെ തീരെ ബോധമില്ലാണ്ട് വന്ന് കയറിയതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് മുതലാളി പിള്ളസാറിനോട് കടം വാങ്ങിച്ചതാ. എന്തിന്? വക്കീൽ ഫീസ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞോ? വക്കീൽ ഗുമസ്തൻ പറഞ്ഞിരുന്നു അയാൾ ഇവിടെ പലതവണ വന്നത് കേസിന്റെ കാര്യത്തിനല്ല, കൊടുക്കാനുള്ള കാശിനായിരുന്നെന്ന്. ഇനിയും ബാക്കി നിർത്തിയാൽ വക്കീൽ കോടതിയിൽ ഹാജരാവില്ലെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ഓ പൊട്ടി. ഓ, പലിശ ഇല്ലാതെ മുതലാളി തന്നത്. എന്തായാലും തിരിച്ചു കൊടുക്കണ്ടേ? കേസ് ജയിച്ച ജോലി തിരിച്ചു കിട്ടില്ലേ? അപ്പൊ പിടിച്ചു വെച്ച ബാക്കി ശമ്പളം മുഴുവനും കിട്ടുമല്ലോ. കേസ് ജയിക്കുമെന്ന് എന്താ ഉറപ്പ്? ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ ഞാൻ കൊന്നത്. ചത്തവന് വേണ്ടി ലക്ഷങ്ങൾ ചെലവിടാൻ ഇവിടെ അവന്റെ കൂട്ടുകാരുണ്ട്. ഈ കേസ് ഞാൻ ജയിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്നിട്ട് നിനക്ക് കടം തരാൻ ആളുണ്ട്. കൊല്ലങ്ങളോളം ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തവനാ ഞാൻ. ഒരു തിടുക്കം വന്നപ്പോ 10 രൂപ സഹായിക്കാൻ ഒരു നാറിയില്ല. നീ പഴയ തൊഴിലിൽ നിന്ന് റിട്ടയർ ചെയ്തു, ഒരുത്തനെ കെട്ടി. എന്നിട്ട് നിന്നെ സഹായിക്കാൻ ഇപ്പോഴും ആളുണ്ട്. ഏതോടെ ഈ പുതിയ കസ്റ്റമർ? അങ്ങനെ പറയരുത്. സത്യമായി ഞാൻ ജോലി ചെയ്യുന്നിടത്തെ മുതലാളിയാണ് ഇത് തന്നത്, കൃഷ്ണപിള്ള സാർ. 600 രൂപ ശമ്പളത്തിന് അവിടെ കൊണാപ്പിക്കുന്ന നിനക്ക് 10,000 രൂപ കടം തരണമെങ്കിൽ നീ അവിടെ ഉടുപ്പ് തയ്ച്ചു കൊടുക്കുന്നോടി, അത് അയക്ക് വേണ്ടി ഉടുപ്പ് അയച്ചു കൊടുക്കുന്നോടി. അനാവശ്യം പറയരുത്. ഇതിന്റെ ബാക്കി അവന് എടാ നാറി, ഗതിയില്ലെങ്കിലും ഭാര്യയെ വിറ്റ് ജീവിക്കുന്നവനല്ലടാ ഞാൻ. കൊള്ളാവുന്ന പെമ്പിള്ളേരെ വശത്താക്കാൻ അവന്റെ ഒരു തകായ കടയിൽ കയറി വന്ന് തെമ്മാടിത്തം കാണിച്ചാൽ നിന്നെ ഞാൻ. നീ എന്ത് ചെയ്യണോ പൊട്ടി? ഓ, ഒന്നുകളെ വൃത്തികേട് കാണിക്കുന്നില്ല, അതിന് വേണം. തന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല മിസ്റ്റർ പിള്ള അവർക്ക് അവിടെ ജോലി കൊടുത്തത്. ഞാൻ ശുപാർശ ചെയ്തിട്ടാണ്. കേസും കോടതിയും റിമാൻഡുമായി കഴിയുന്ന തന്നെ സഹായിക്കാൻ. അയാൾ ഈ പണം കടം തന്നത് ഞാൻ പറഞ്ഞിട്ടാ. ഇനി ആ പിള്ളയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മനുഷ്യന് പ്രയാസങ്ങൾ വരും, അതിനെ നേരിടാൻ ഭ്രാന്ത് കാണിച്ചിട്ട് കാര്യമില്ല. കീപ് യുവർ എക്സെൻട്രിസിറ്റി വിത്ത് യു. പൊയ്ക്കോ. ഞാൻ പിഴച്ചവളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? സുഖം മോഹിച്ചല്ല ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. ജോലിയും ശമ്പളവും ഇല്ലാതെ കഴിയുന്ന നിങ്ങളോടൊപ്പം എങ്ങനെ കഴിയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും സഹിക്കാൻ സാർ. പക്ഷേ ഈ തരത്തിൽ ഇനിയും എന്നെ സംശയിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കില്ല. സാർ, സാറിന് വേണ്ടി ഞാൻ പലയിടത്തും വാദിക്കാറുണ്ട്. ബൽറാം സാർ മറ്റ് സിഐമാരെ പോലെയല്ല, ഡീസന്റ് ആണ്, കൈക്കൂലി വാങ്ങാറില്ല, കുടിക്കുകയാണെങ്കിലും കണ്ടവന്റെ ചക്കാത്തടിക്കില്ല, തെമ്മാടുത്തമില്ല, വ്യഭിചാരമില്ല. അല്ല, കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ കുഴപ്പമില്ല, കൊള്ളാം. സാർ അറിഞ്ഞാണില്ല നിങ്ങളുടെ പോലീസ് അസോസിയേഷന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചത്. പണ്ടത്തെ പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ വീട് പണി ചെയ്യാനും തെരുവിളി കേൾക്കാനും കോൺസ്റ്റബിൾമാരെ കിട്ടില്ല. നിറാസ്കർ എന്ന് വല്ലതും വിളിച്ചാ നീ എന്ത് ചെയ്യണോ പൊട്ടി? എവിടേക്കാണ് പോകണ്ടെന്ന് പറഞ്ഞില്ല. കമ്മീഷണർ വീട്ടിലേക്ക്.
കാപ്പി എടുത്ത് വയ്ക്കും. വരൂ. കാപ്പിയും പരാതെല്ലാം വെട്ടി വിഴുങ്ങിക്കോ. വിശപ്പിന് ഡ്രൈവറിനും ഇൻസ്പെക്ടറിനും കമ്മീഷനും എന്നുള്ള വ്യത്യാസമില്ല. രാവിലെ തൊട്ട് ഇവിടെ. പ്രീതി നിന്നെ കാണാൻ വന്നിരുന്നോ? സർ, ആ പെണ്ണിന് വട്ടാണ്. പിള്ളയ്ക്ക് കള്ളക്കടത്തുകാരുമായി കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞ മുതൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടു. പിന്നീട് വീട്ടിൽ വെച്ച് അയാളുടെ സ്വർണം പിടിച്ചപ്പോ ഞാൻ ഒറ്റുകൊടുത്തെന്നായി പരാതി. ഇപ്പോ കൊലയാളി. അന്നത്തെ റെയ്ഡിൽ കസ്റ്റംസ് കേസ് ചാർജ് ചെയ്തത് മറ്റൊരാളുടെ പേരിലായിരുന്നല്ലോ സർ. ഇവിടെ വാടക പ്രതികൾക്കാണോ ക്ഷാമം? കാശ് കൊടുത്താൽ ഏത് കുറ്റം ഏൽക്കാനോ ആളിനെ കിട്ടും. അവളുടെ ഭ്രാന്തിയായിട്ട് ഇറങ്ങിയാൽ നമ്മുടെ വഴി തെറ്റും. ഇത്ര അഡമന്റായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തീരെ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല സർ. അവൾ വല്ല പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനും അപേക്ഷിച്ചാൽ then you proceed. ഡെയിലി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തന്നെ കാണിക്കണം. സർ. പാലൂന് പ്ലേറ്റ് വെക്കും. വേണ്ട സർ. സുധാര, താനെവിടെ പോവാ? മറ്റുള്ളവർ മനുഷ്യരാണ്. കാലത്ത് പച്ചവെള്ളം പോലും കഴിക്കാൻ സാറിന്റെ അടുത്തേക്ക് വന്നത്. അവിടെ ഒന്നും തന്നില്ല. കമ്മീഷണർ വീട്ടിലും എന്നെ പുറത്ത് നിർത്തിയിട്ട് സാർ വെട്ടി വിഴുങ്ങില്ലേ? അങ്ങനെ പട്ടി കിടന്ന് ജോലിയാണെന്ന് നോക്കില്ല. സാറിന് തിരക്കൊണ്ടേ പൊക്കോ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. കൃഷ്ണേട്ടാ, തന്നെ ദിവസം പുട്ടുപോയി കാട്ടില്ലേ? കാശില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം, പൈസ എടുത്തിട്ടില്ല. ഇവിടെ എന്താ വേണ്ടി? അവിടെ കൊടുത്തു തന്നെ മതി. സാറും ഒന്നും കഴിച്ചില്ലായിരുന്നു അല്ലേ? സോറി. പ്രീതിയില്ലേ? ഉണ്ട് സാർ, വിളിക്കാം. ഐ എം സോറി. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും മനസ്സിലാക്കാതെ ഞാൻ പെരുമാറിപ്പോയിട്ടുണ്ട്. മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ സത്യസന്ധമായി കേസ് അന്വേഷിക്കാൻ ചുണയുണ്ടോന്ന് ചോദിച്ചില്ലേ പ്രീതി? ഞാൻ ഏറ്റിരിക്കുന്നു. ഐ ടേക്ക് ദ ചാലഞ്ച്. പ്ലീസ്. പ്രീതി തന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. കൊലയാളി ഇന്നയാളാണെന്നും പ്രേരണ ഇന്ന സോഴ്സിൽ നിന്നാണെന്നും അതിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊഹം തെറ്റായിക്കൂടെ? ഞാൻ എഴുതിയത് മുഴുവൻ സത്യമാണ് സാർ. സത്യത്തിന് പല മുഖങ്ങളുണ്ടല്ലോ. പ്രീതിയുടേത് ഒരു വേർഷം മാത്രമാണ്. വർഷങ്ങളായിട്ട് എനിക്ക് എന്റെ കമ്മീഷണർ അറിയാം. ഒരു മേലുദ്യോഗസ്ഥൻ എന്നതിൽ കവിഞ്ഞ അടുപ്പം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. ആ ആളിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രീതിയുടെ അച്ഛനുമായി പിണങ്ങാനുണ്ടായ കാരണം കമ്മീഷണർ എന്നോട് പറഞ്ഞു. എന്റെ അച്ഛൻ കള്ളക്കടത്തുകാരനാണെന്നല്ലേ? അന്ന് ഈ വീട്ടിൽ വെച്ച് പിടിച്ച സ്വർണം ഞങ്ങളുടേതാണെന്നും പറഞ്ഞു കാണും. മേലുദ്യോഗസ്ഥന്റെ വാക്കുകളല്ലേ സാറ് വിശ്വസിക്കൂ? മറിച്ച് തെളിയിക്കാൻ സാക്ഷികളില്ല. സഹായിക്കാനുണ്ടെന്ന് കരുതിയവർ തന്നെ ഈ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ സത്യം ഒരിക്കലും പുറത്തു വരില്ല. സാർ ഇവിടേക്ക് വരുമെന്ന് കരുതിയതല്ല. കണ്ടപ്പോ ആശ്വാസമായിരുന്നു, ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ. പക്ഷെ ഇനി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രീതിയുടെ മൊഴിയെടുക്കാനാണ് ഞാൻ വന്നത്. പറയും. ടിക്രൂസ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഭീഷണിപ്പെടുത്തിയ കാര്യം പലതവണ ഞാൻ കമ്മീഷനെ കണ്ട് പറഞ്ഞു. അദ്ദേഹം ഒഴിഞ്ഞു മാറി. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ സഹായത്തിന് വേണ്ടി ആദ്യം ചെന്നതും കമ്മീഷന്റെ അടുത്തേക്കായിരുന്നു. വീട്ടിലും ഓഫീസിലും എന്നെ കടത്തിവിട്ടില്ല, കാണാൻ അനുവദിച്ചില്ല. പലരെയും കോണ്ടാക്ട് ചെയ്തു, ഫലം ഉണ്ടായില്ല. അച്ഛൻ്റെ അഡ്വക്കേറ്റ് പോലും എൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഒടുവിലാണ് ഞാൻ സാറിനെ ക്വാർട്ടേഴ്സിൽ വന്ന് കാണുന്നത്. അതിലും എനിക്കുണ്ടായ അനുഭവം. അത് മറന്നേ പ്ലീസ്. ഈ ടിക്രൂസിന്റെ മുഴുവൻ പേരെന്താ? പറയും. ടിക്രൂസ് പെരേര.
അകത്തെങ്ങനെ സുഖമാണോ? വാടാ. എന്താ കൂട്ട? സത്യരാജനെ കൊന്നതിനല്ലേ സാർ അകത്തായത്? അവന്റെ ആളുകൾ എന്തോ പെറ്റി കേസ് ഉണ്ടാക്കി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സാറിനെ ജീവനോട് പുറത്തുവിടില്ലെന്നാ അവര് പറയുന്നത്. സൂക്ഷിക്കണം. കൊള്ള, കൊല എന്നീ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവൻ പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ചിലത് വലിയ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടവയാണ്. ഈ പുള്ളി കുറ്റകൃത്യം കഴിഞ്ഞാൽ കടലിൽ ഒളിക്കുകയാണ് പതിവ്. വല്ലപ്പോഴും കരയിൽ വരും. അവിടെ അയാൾക്ക് പല താവളങ്ങളുണ്ട്. സാർ, ഒരു സംശയം. വേണ്ട. ഇവിടെ ഏതെങ്കിലും താവളം ഉമറിനറിയോ? എന്താടാ ഇവിടെ ഡിക്രൂസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. തല്ലി ഓടിക്കണവന്മാരെ. ഹെറോയിൻ. അതിന് ഫോറിൻ മാർക്കറ്റിൽ കിലോവിന് 1 കോടിയിലേറെ രൂപ വിലയുണ്ടെന്ന് സഹദേവൻ അറിയാമോ? എന്തിനാ അവനെ അവിടെ കൊണ്ടിരുത്തി? ബോട്ട് എടുക്കാൻ ഇത്ര സേഫായ സ്ഥലം വേറെ ഇല്ല. സേഫ്റ്റി. ഈ കടപ്പുറത്ത് നിങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. മന്ത്രിമാർ വരെ നിങ്ങളുടെ പോക്കറ്റിലാണെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞില്ലേ? പണം നഷ്ടപ്പെടുന്നതിലല്ല, ഈ പൊടി വരുന്നത് എവിടുന്നാണെന്ന് പുറത്തറിഞ്ഞാൽ എല്ലാം തീരും. അങ്ങനെ വരില്ല മാഡം. എനിക്കൊരു അവസരം തരൂ, ഞാൻ ശരിപ്പെടുത്താം. മേ ഐ കം ഇൻ, സർ? യെസ്, കം ഇൻ. എന്താ ബൽറാം? സാറിനറിയില്ലേ? ഓ, ഇന്നലെ നിങ്ങൾ പിടിച്ച ആ ഞൊണ്ടിക്കാൽ അയാളെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിട്ടുകൊടുത്തു. അവരല്ലേ ഈ ഡ്രഗ്സ്? അതെനിക്കറിയാം. കൃഷ്ണ ജുവലേഴ്സ് മർഡർ കേസിന്റെ എൻക്വയറി എന്നിൽ നിന്നും മാറ്റി എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ അതിന് കൊള്ളാത്തത് കൊണ്ട്. പൗരസംഘം സെക്രട്ടറി ആ സഹദേവൻ തന്ന പരാതിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? ഇന്ന് വരെ ഒരു കേസെങ്കിലും ചാർജ് ചെയ്തോ? അന്വേഷിച്ചു. ചാർജ് ചെയ്യാത്തത് പരാതി കള്ളമാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ്. അതിൽ പറയുന്ന പ്രധാന കുറ്റവാളി കുഞ്ഞിക്കോയ തങ്ങൾ സംഭവം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ഹജ്ജിന് പോയിട്ട് അന്നത്തെ ആ ടണൽ അപകടത്തിൽ മരിച്ചു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. മറ്റൊരാൾ വെല്ലൂർ ആശുപത്രിയിൽ
ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടപ്പിലാണ്. സഹദേവന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ അയാൾ പോലീസിന് ആയുധമാക്കുകയാണ്. നമ്മളെന്തിനു വഴി കൊടുക്കണം സാർ? ഒരു കള്ളുമാറ്റുകാരൻ നാറിയുടെ താളത്തിന് തുള്ളുന്ന ചണ്ടികളാണോ പോലീസുകാർ? സമയവും സന്ദർഭവും നോക്കാതെ ആരോട് എന്തും പറയുന്ന തന്റെ ഈ വൃത്തികെട്ട നാക്ക് ആദ്യം അടക്കണം. കുറെയായി ഞാനിത് സഹിക്കുന്നു. ഒരു മേലുദ്യോഗസ്ഥന്റെ നിലവിട്ട് തന്നോട് അടുത്തതും സ്വാതന്ത്ര്യം അനുവദിച്ചതും യുനോ ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് സിമ്പതി. സർവീസിൽ എനിക്ക് താൻ അനുഭവിച്ച കഷ്ടത വേണ്ട സാർ, ഈ തരത്തിലാണെങ്കിൽ സാറിന് സിമ്പതി എനിക്ക് വേണ്ട. എനിക്ക് വേണം. ജനങ്ങളുടെ, സർക്കാരിന്റെ. താൻ കള്ളവാറ്റുകാരനെന്ന് പുച്ഛിച്ച ആ സഹദേവന് നാട്ടിലും പാർട്ടിയിലും ഗവൺമെന്റിലുള്ള ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് അറിയോ തനിക്ക്? അയാളോട് പിണങ്ങി നാളെ ഈ കുപ്പായ ഊരി വെച്ച് വല്ല ഡിറ്റർജന്റ് ഫാക്ടറിയുടെയോ സിറാമിക് കമ്പനിയുടെയോ കാവൽപുരയിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോ തനിക്ക്? അല്ലെങ്കിൽ കൃഷ്ണ ജുവലേഴ്സ് കൊലക്കേസ് അന്വേഷണം മാറ്റിയതിൽ താൻ എന്തിനിത്ര എക്സൈറ്റഡ് ആവുന്നു? ആ പിള്ളയുടെ മകളുമായി അടുക്കാനുള്ള അവസരം ഞാൻ മുഖാന്തരം നഷ്ടപ്പെട്ടുകൊണ്ടാണോ? സാർ, യു മേ ഗോ. സാർ, എനിക്ക് യു ഗെറ്റ് ഔട്ട്. പോടാ ചൂലേ നിന്റെ ഗെറ്റ് ഔട്ട് എന്ന് വിളിച്ചു പറഞ്ഞ് ഇറങ്ങി പോരാൻ തോന്നിയതാ. പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം ഇതൊക്കെ അറിയാമല്ലോ, എനിക്കൊരു പ്രശ്നം വന്നപ്പോ ഡിപ്പാർട്ട്മെന്റിലെ സകല നാറികളും നമ്മൾ അലക്സ് അടക്കം എന്നെ തഴഞ്ഞപ്പോ മാധവൻ സാർ ഒരാളെ കൂടെ നിന്നുള്ളൂ, സഹായിച്ചുള്ളൂ. ആ നന്ദിയോർത്ത് മാത്രം. എന്നാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല. പക്ഷേ മറുത്തൊന്നും പറയാനാവാതെ കേട്ടു നിൽക്കേണ്ടി വന്നു, സഹിക്കേണ്ടി വന്നു. അതിലാണ് എനിക്ക് സങ്കടം. ഞാൻ കുടിക്കരുതെന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? അല്ല എന്ത് ചെയ്യും? ഈ വിഷമം, ഈ ടെൻഷൻ തനിച്ച് ഞാനിവിടെ ആരോട് പറയും? നീ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ കുടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല സാർ, എനിക്ക് ചിലത് പറയാനുണ്ട്. കേസിന്റെ കാര്യമാണോ? വേണ്ട, അത് വേറെ യോഗ്യന്മാരെ ഏൽപ്പിച്ചു. അറിഞ്ഞു. എന്നിട്ട് എന്തിനും ഇങ്ങോട്ട് വന്നു? ഇവിടെ സ്ത്രീകൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് നിന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ്. ആളുകൾ പറയും. എനിക്കതിൽ വിഷമമില്ല. നിന്റെ വിഷമം ആരന്വേഷിച്ചു? എനിക്ക് സ്വസ്ഥത വേണം. മേലിൽ ഇങ്ങോട്ട് വരരുത്. കാര്യമില്ല. പോലീസ് വേഷം കെട്ടി നടക്കുന്ന ഈ തെണ്ടിക്ക് ആരെയും സഹായിക്കാനാവില്ല. പൊയ്ക്കോ. സാർ, ഞാൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോകുന്നുണ്ടോ? പ്ലീസ് ഗോ. ഇപ്പൊ പോയാലും ഞാൻ തിരിച്ചു വരും. സാറിനെ കാണും, പറയാനുള്ളത് മുഴുവൻ കേൾപ്പിക്കും, എന്നിട്ടേ തീരുമാനിക്കും. ഈ നാട്ടിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ